സോജാ സോജാ. പാത്തുമ്മയുടെ ആട്. ബഷീറിന്റെ സ്വന്തം കുടുംബാംഗങ്ങളെ കഥാപാത്രമാക്കി തികച്ചും ഹാസ്യരൂപത്തിലെഴുതിയ നോവലാണിത്. ബഷീറിന്റെ തറവാട്ട് വീട്ടിലെ നിത്യജീവിതവും അദ്ദേഹത്തിന്റെ പെങ്ങൾ പാത്തുമ്മയുടെ ആടും വരുത്തിവെക്കുന്ന പൊല്ലാപ്പുകളാണ് ഇതിൽ വിവരിക്കുന്നത്. പ്രധാന കഥാപാത്രങ്ങൾ ബഷീർ, പാത്തുമ്മ, ആട്, അബു, ഉമ്മ. എന്റെ ആടിന് വല്ലവരും കഞ്ഞോളം കൊടുത്തോ? പിന്നെ അകത്ത് 100 കൂട്ടം പണിയുണ്ട്. പിന്നെ നിന്റെ ഒരാട്. എനിക്ക് നിന്നെ നന്നായി അറിയാമേടി. ആരും ഒന്നും ചെയ്യണ്ട, എന്റെ ആടൊന്ന് പെറട്ടെ, അപ്പൊ കാണാം. വാ മോളെ. എന്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടാർന്ന്. സാമൂഹിക പരിഷ്കരണത്തിന് മുൻഗണന നൽകിയ ബഷീറിന്റെ മികച്ചൊരു നോവലാണിത്. യാഥാസ്ഥിതികത്വവും അന്ധവിശ്വാസങ്ങളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്ന് മാറി ചിന്തിക്കുന്ന നിസാറി അഹമ്മദും പാവം പെൺകുട്ടിയായ കുഞ്ഞിപ്പാത്തുമ്മയുമാണ് ഇതിലെ കേന്ദ്ര ബിന്ദുക്കൾ. മുൻകാല പ്രതാപങ്ങൾ പറഞ്ഞ് അഹംഭാവം നടിക്കുന്ന ഉമ്മച്ചിയുടെ "എന്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടാർന്ന്" എന്ന പൊങ്ങച്ച പ്രയോഗത്തെ പരിഹസിച്ചുകൊണ്ടാണ് ബഷീർ ഈ പേരിട്ടിരിക്കുന്നത്. കുഞ്ഞിപ്പാത്തുമ്മ മോളെ വാ, ഇങ്ങോട്ട് ബാന്നേ. അയൽപ്പക്കത്തെ പിള്ളേരുമായിട്ട് കൂട്ടുകൂടരുത്. നീ ആനമക്കാരിയുടെ പുന്നാര മോളാ. എൻ്റെ ഉപ്പാക്ക് ഒരാനുണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. ആനവാരിയും പൊൻകുരിശും. സ്ഥലത്തെ പ്രധാന ദിവ്യന്മാരായ 2 കള്ളന്മാരുടെ കഥ പറയുന്ന ആക്ഷേപഹാസ്യ കൃതിയാണിത്. ആനയെ മോഷ്ടിച്ചതുകൊണ്ട് ആനവാരി എന്നും പള്ളിയിലെ പൊൻകുരിശ് മോഷ്ടിച്ചതുകൊണ്ട് പൊൻകുരിശ് എന്നും പേര് വീണ 2 കഥാപാത്രങ്ങളിലൂടെ ബഷീർ ഗ്രാമീണ ജീവിതം വരച്ചു കാട്ടുന്നു. പ്രധാന കഥാപാത്രങ്ങൾ ആനവാരി രാമൻ നായർ, പൊൻകുരിശ് തോമ, മണ്ടൻ മുത്തപ്പൻ. ഭൂമിയുടെ അവകാശികൾ. മനുഷ്യൻ മാത്രമല്ല, ഈ ഭൂമിയിലെ കാക്കകളും പൂച്ചകളും ഉറുമ്പുകളും പാമ്പുകളുമെല്ലാം ഭൂമിയുടെ തുല്യ അവകാശികളാണെന്ന ഉദാത്തമായ പ്രകൃതി സ്നേഹം പങ്കുവെക്കുന്ന മനോഹരമായ കഥയാണിത്. ബഷീറിന്റെ തനത് ജീവകാരുണ്യ ദർശനം ഇതിൽ കാണാം. പ്രധാന കഥാപാത്രങ്ങൾ ബഷീർ, ഭാര്യ ഫാബി ബഷീർ, പുരയിടത്തിലെ പക്ഷികളും മൃഗങ്ങളും. മുച്ചീട്ടു കളിക്കാരന്റെ മകൾ. ചൂതുകളിയും പോക്കറ്റടിയും പ്രധാന തൊഴിലായ ആളുകളുടെ ജീവിതം പശ്ചാത്തലമാക്കിയുള്ള ഒരു ലഘു നോവലാണിത്. പ്രധാന കഥാപാത്രങ്ങൾ ഒറ്റക്കണ്ണൻ പോക്കർ, സൈനബ, മജീദ് എന്ന മുച്ചീട്ടു കളിക്കാരൻ. പ്രേമലേഖനം. ബഷീറിന്റെ ആദ്യമായി അച്ചടിച്ചു വന്ന നോവലാണിത്. കേശവൻ നായർ എന്ന ഹിന്ദു യുവാവിനും സാറാമ്മ എന്ന ക്രിസ്ത്യൻ യുവതിക്കും ഇടയിലുള്ള പ്രണയമാണ് കഥാതന്തു. ഇവരുടെ കുട്ടിയെ ഏത് മതത്തിൽ വളർത്തണമെന്ന ചോദ്യത്തിന് ആകാശമിട്ടായി മതം എന്ന് കേശവൻ നായർ മറുപടി നൽകുന്നത് ഏറെ പ്രശസ്തമാണ്. പ്രധാന കഥാപാത്രങ്ങൾ കേശവൻ നായർ, സാറാമ്മ. ആ പൂവ് നീ എന്തു ചെയ്തു? ഏതു പൂവ്? രക്തനക്ഷത്രം പോലെ കടും ചുമപ്പായ ആ പൂവ്. ഓ, അതോ? അതെ, അതെന്തു ചെയ്തു? തിടുക്കപ്പെട്ട് അന്വേഷിക്കുന്നതെന്തിന്? ചവിട്ടി അരച്ചു കളഞ്ഞോ എന്നറിയാൻ. കളഞ്ഞെങ്കിൽ എന്ത്? ഓ, ഒന്നുമില്ല, എൻ്റെ ഹൃദയമായിരുന്നു അത്. നീല വെളിച്ചം. ഭയവും പ്രണയവും നർമ്മവും നിറഞ്ഞ ബഷീറിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു കഥയാണിത്. വിജനമായ ഒരു പഴയ വീട്ടിൽ
താമസിക്കാനെത്തുന്ന എഴുത്തുകാരനും അവിടെ പണ്ട് കൊല ചെയ്യപ്പെട്ട ഭാർഗവി എന്ന പെൺകുട്ടിയുടെ ആത്മാവും തമ്മിലുള്ള ആത്മബന്ധമാണ് ഇതിൻ്റെ ഇതിവൃത്തം. മതിലുകൾ ബഷീറിന്റെ ജയിൽവാസകാലത്തെ അനുഭവങ്ങളെ മുൻനിർത്തി എഴുതിയ നോവൽ. ജയിലിന്റെ മതിൽക്കെട്ടുകൾക്കപ്പുറമുള്ള നാരായണി എന്ന സ്ത്രീ തടവുകാരിയുമായി ബഷീർ നടത്തുന്ന പ്രണയമാണ് ഇതിന്റെ ഇതിവൃത്തം. നാരായണി എന്ന കഥാപാത്രം നോവലിൽ ഒരിക്കൽ പോലും വായനക്കാരന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. കേവലം ശബ്ദത്തിലൂടെ മാത്രമാണ് കടന്നു വരുന്നത്. പ്രധാന കഥാപാത്രങ്ങൾ ബഷീർ, നാരായണി. ബാല്യകാലസഖി ബഷീറിന്റെ ഏറ്റവും പ്രശസ്തമായ പ്രണയ കാവ്യമാണ്. മജീദിന്റെയും സുഹറയുടെയും കുട്ടിക്കാലം മുതലുള്ള പ്രണയവും പിന്നീട് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന തീവ്രമായ ദുരന്തങ്ങളുമാണ് നോവലിന്റെ പ്രമേയം. പ്രധാന കഥാപാത്രങ്ങൾ മജീദ്, സുഹറ. പ്രണയത്തിന്റെ ആഴവും വിരഹത്തിന്റെ തീക്ഷ്ണതയും വായനക്കാരുടെ നെഞ്ചിലേക്ക് പെയ്തിറക്കിയ ഇവരുടെ ജീവിതം മലയാള സാഹിത്യത്തിലെ ഏറ്റവും നോവുണർത്തുന്ന ഒരു കണ്ണീർ കാവ്യമാണ്. ഒന്നും രണ്ടാന്ന് ആർക്കാ അറിയാത്തെ? എത്ര വട്ടം പഠിപ്പിച്ചെന്നത് ആ കണക്ക് പട്ടികയും ഗുണന പട്ടികയും? നാരായണപിള്ള സാർ എത്ര വർഷം പറഞ്ഞതാ ഒന്ന് ആലോചിച്ച് ഉത്തരം പറയാവൂന്ന്? ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പോവുകയാണ്. സൂറ, ദേ നോക്കിക്കേ, ആ 2 പുഴകളും ഒഴുകണത്. അവിടെ ചേരുമ്പാ വലിയ പുഴയായില്ലേ? ഉമ്മണി വലിയ പുഴ. ശരിയാ, വാ പോകാം. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ. തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളെ തൻ്റെ സാഹിത്യ സൃഷ്ടിയാക്കി രസകരമായി അവതരിപ്പിക്കാൻ ബഷീറിനോളം ആരുമില്ല എന്ന് തന്നെ പറയാം. ചിരിപ്പിച്ചുകൊണ്ട് ചിന്തിപ്പിക്കുകയും തൻ്റെതായ വാക്കുകളിലൂടെ നമ്മെ അമ്പരിപ്പിക്കുകയും ചെയ്ത ബഷീർ കാലത്തിനു മയക്കാനാവാത്ത അക്ഷര സുൽത്താൻ തന്നെയാണ്.